ക്യൂ സ്പോട്ടിലെ പ്രിയപ്പെട്ട പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളൊരു യാത്ര പോവുകയാണെന്ന് വിചാരിക്കുക. കൂടെ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ചുറ്റും നോക്കിയാൽ കരിഞ്ഞുണങ്ങി കിടക്കുന്ന ഒരു വലിയ മരുഭൂമി മാത്രം. കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഒരു തരി ആഹാരമില്ല, തലയ്ക്ക് മുകളിൽ തണൽ തരാൻ ഒരു മരം പോലുമില്ല, സ്മാർട്ട് ഫോൺ ഇല്ല, വഴി നോക്കാൻ ഗൂഗിൾ മാപ്പ് ഇല്ല. എന്തായിരിക്കും നമ്മൾ ചെയ്യുക? ആകെ പാനിക്കാവും അല്ലേ? എന്നാൽ ചരിത്രത്തിലൂടെ ഇങ്ങനൊരു അവസ്ഥയിലൂടെ കടന്നുപോയ ഒരു ജനതയുണ്ട്, മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ അനുയായികൾ. ഈ കഠിനമായ മരുഭൂമിയിൽ വെച്ച് അവർക്ക് വിശന്ന് വലഞ്ഞ സമയത്ത് ആകാശത്ത് നിന്ന് അവർക്കായി ഒരു സ്പെഷ്യൽ മെനു ഡെലിവറി ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഓർഡർ ചെയ്യാതെ തന്നെ കണ്ടറിഞ്ഞ് സമയത്തെത്തുന്ന ഒരു ഡെലിവറി. അതായിരുന്നു മന്നയും സെൽവയും. മാത്രമല്ല, ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തിനിടയിൽ അടിപിടിയും ബഹളവുമൊക്കെ ഉണ്ടാവാതിരിക്കാൻ അവരെ കൃത്യമായി 12 ഗോത്രങ്ങളായി തിരിച്ച് അവർക്കായി പാറയിൽ നിന്ന് 12 നീരുറവകൾ അള്ളാഹു നൽകി എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്തെ ഒരു ബെസ്റ്റ് ക്രൗഡ് മാനേജ്മെന്റ് എന്ന് വേണമെങ്കിൽ ഇത് നമുക്ക് വിളിക്കാൻ കഴിയും അല്ലേ? ഒരു മരുഭൂമിയിൽ വെച്ച് എങ്ങനെയാണ് ഇത്രയും അത്ഭുതങ്ങൾ നടന്നത്? എന്തായിരുന്നു ഇതിന് പിന്നിലെ കഥ? ഖുർആൻ എങ്ങനെയാണ് അത് വിവരിക്കുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖത്തഅനാഹും ഇസ്നതൈ അശ്റത അസ്ബാതൻ ഉമമ. വഖത്തഅനാഹും, നാം അവരെ കട്ട് ചെയ്തു, അല്ലെങ്കിൽ അവരെ ആക്കി തിരിച്ചു. ഇസ്നൈ അശ്റത, 12 എണ്ണമാക്കി. അസ്ബാതൻ ഉമമ, ആൻഡ് വി ഡിവൈഡഡ് ദം ഇൻടു 12 ട്രൈബ്സ്. അസ്ബാത്ത് എന്ന് പറഞ്ഞാൽ ട്രൈബ്, ഉമം എന്ന് പറഞ്ഞാൽ ഒരു ഉമ്മത്തായി അല്ലെങ്കിൽ സ്വതന്ത്ര 12 ട്രൈബുകളാക്കിയിട്ട് അവരെ ഡിവൈഡ് ചെയ്തു എന്നാണ് അള്ളാഹു പറയുന്നത്. മരുഭൂമിയിലൂടെ അലഞ്ഞു നടക്കുന്ന ആ ലക്ഷക്കണക്കിന് ബനു ഇസ്രായേലിയരെ അള്ളാഹു 12 ഗോത്രങ്ങളാക്കി തിരിച്ചു. ഇസ്രായേൽ എന്ന് പറയുന്ന പേര് ശരിക്കും ആരുടേതാണെന്ന് അറിയില്ലേ? ഇസ്രായേൽ യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ പേരാണ് അല്ലേ? യാക്കൂബ് നബിയുടെ, ഇസ്രായേൽ എന്ന പേരുള്ള യാക്കൂബ് നബിയുടെ 10 മക്കളുടെയും യൂസഫ് നബി അലൈഹിസ്സലാമിൻ്റെ 2 മക്കളുടെയും ഡിസെൻഡൻസ് അഥവാ സന്താന പരമ്പരകളെയാണ് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തത്. ഇതിലെ ഓരോ ശാഖയും ഓരോ കാറ്റഗറിയും ഒരു സിബത്ത് അല്ലെങ്കിൽ ഒരു സമൂഹമായി കണക്കാക്കപ്പെട്ടിരുന്നു. ഖുർആനിൽ ഇസ്രായേൽ സന്തതികളുടെ ഗോത്രങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മാത്രമാണ് അസ്ബാത്ത് എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. അസ്ബാത്ത് എന്നതിൻ്റെ സിംഗുലർ ഫോമാണ് സിബത്ത് എന്ന അറബി പദം. ഉമമൻ എന്ന് കൂടെ പറയുന്നുണ്ട് അല്ലേ ആയത്തിൻ്റെ ഏറ്റവും അവസാനത്തിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഭാഗത്തിൻ്റെ അവസാനത്തിൽ. ദാറ്റ് മീൻസ് അവയ്ക്ക് സ്വതന്ത്ര സമൂഹങ്ങളുടെ രൂപം നൽകി എന്നുള്ളതാണ്. ദിസ് സ്ട്രക്ചറൽ ഡിവിഷൻ വാസ് മെൻറ്റ് ഫോർ സൊസൈറ്റിയൽ ഓർഡർ, അല്ലാതെ അതൊരു സ്കാറ്റേർഡ് ആയിട്ടുള്ള സെഗ്രിഗേഷൻ ആയിരുന്നില്ല, അവരെ ശിക്ഷിക്കുന്നതായിരുന്നില്ല. ഏറ്റവും മികച്ച ഒരു അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റമാണ് ശരിക്കും അവിടെ നടന്നത്. ഉമർ റളിയല്ലാഹു അൻഹു അഡ്മിനിസ്ട്രേറ്റീവ് രജിസ്റ്റേഴ്സ് അഥവാ ദീവാനുകൾ ഉണ്ടാക്കിയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണസമയത്ത്. അപ്പോൾ അതൊക്കെ ഇതുപോലെയുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമാണ്. തുടർന്ന് പറയുന്നു, ഔഹൈന ഇലാ മൂസ. മൂസാ നബി അലൈഹിസ്സലാമിന് നാം അള്ളാഹു ബോധനം നൽകി, വഹി നൽകി. ഇത് ഇസ്തസ്ഖാഹു ഖൗമുഹു, അദ്ദേഹത്തിൻ്റെ ജനം കുടിവെള്ളം ചോദിച്ച സമയത്ത്. ഇസ്തസ്ഖ എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്, കുടിക്കാനായി വെള്ളം ചോദിക്കുക. when his people asked Musa alayhissalam for water, അനിദ്രിബ് ബിഅസാക്കൽ ഹജർ, സ്മൈറ്റ് ദ റോക്ക് വിത്ത് യുവർ റോഡ്. ഇന്ന പാറയിൽ നിന്റെ വടി കൊണ്ട് അടിക്കുക മൂസ എന്നാണ് അള്ളാഹു വഹി നൽകിയത്, അള്ളാഹു തോന്നിപ്പിച്ചത് അല്ലെങ്കിൽ നിർദ്ദേശം നൽകിയത് മൂസാ നബിക്ക്. മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ സന്തതികൾക്ക് കഠിനമായ ദാഹം അനുഭവപ്പെട്ടു. അവർ സഹായത്തിനായി മൂസാ നബി അലൈഹിസ്സലാമിനെ സമീപിക്കുകയും വെള്ളത്തിനായി മൂസ നീ ഒന്ന് പ്രാർത്ഥിക്ക് എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. അത്രയ്ക്ക് ദാഹിച്ച് വലഞ്ഞിരുന്നു അവർ. ആ സമയത്ത് ഫംബജസത് മിൻഹു ഇസ്നത അശ്റത ഐന, അങ്ങനെ അതിൽ നിന്ന് പെട്ടെന്ന് 12 ഉറവകൾ പൊട്ടിപ്പുറപ്പെട്ടു. മിൻഹു എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന്, അതെന്ന് പറഞ്ഞാൽ ഏതാണ്? ആ അടിച്ച പാറയുണ്ടല്ലോ, അത്ര വലിയ പാറയായിരുന്നു. ആ പാറയിൽ നിന്ന് 12 നീരുറവകൾ പൊട്ടിപ്പുറപ്പെട്ടു എന്നാണ്. ഖദ് അലിമ കുല്ലു ഉനാസിൻ മശ്റബുഹും. ഖദ് അലിമ, അവരറിഞ്ഞു, കുല്ലു ഉനാസിൻ, ഓരോ കൂട്ടം ആളുകളും, മശ്റബഹും, അവരെവിടെ നിന്നാണ് കുടിക്കേണ്ടത് എന്നവരറിഞ്ഞു. ആൻഡ് എവ്രി പീപ്പിൾ ന്യൂ ദെയർ ഡ്രിങ്കിങ് പ്ലേസസ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ചെയ്തു കൊടുത്ത അടുത്ത അനുഗ്രഹമാണ് പിന്നീട് പറയുന്നത്. ഇതുവരെ ആ നീരുറവയെക്കുറിച്ചാണ് സംസാരിച്ചത് അല്ലേ? ഇനി ആയത്തിൻ്റെ ബാക്കിയിൽ പറയുന്നത് വളല്ലൽന അലൈഹിമുൽ ഗമാം, അവർക്കു മീതെ നാം മേഘത്താൽ തണൽ വിരിച്ചു. വല്ലൽന എന്ന് പറഞ്ഞാൽ തണൽ വിരിക്കുക. അള്ളാഹു തണൽ വിരിച്ചു. എന്തുകൊണ്ടുള്ള തണലാണ്? മേഘം കൊണ്ടാണ്. ഗമാം എന്ന് പറഞ്ഞാൽ മേഘം.
മരുഭൂമിയിലെ ചൂട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണല്ലേ. ഇന്നത്തെ കാലത്താണെങ്കിൽ നമ്മൾ എയർ കണ്ടീഷണർ ഓൺ ചെയ്യും അല്ലേ ചൂടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ പുറത്താണെങ്കിൽ വലിയ കുടകൾ ചൂടും. എന്നാൽ അന്ന് ആ മരുഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കായി ഒരു നാച്ചുറൽ സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. അതായിരുന്നു മേഘങ്ങളുടെ തണൽ, ഗമാമുകൾ കൊണ്ടുള്ള തണൽ എന്ന് പറയുന്നത്. അവരെങ്ങോട്ടൊക്കെ യാത്ര ചെയ്തോ അവരുടെ കൂടെ ഒരു കുട പോലെ ഈ മേഘങ്ങളും സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. മേഘങ്ങളെ അവർക്ക് മുകളിൽ ഒരു വലിയ പന്തൽ പോലെ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ അംബ്രല്ല പോലെ തണലാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുത്തു. ഇനി അടുത്ത അനുഗ്രഹത്തെക്കുറിച്ച് റബ്ബ് പറയാണ്, വഅൻസൽനാ അലൈഹിമുൽ മന്ന വസ്സൽവ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിൽ മന്നയും സെൽവയും വർഷിക്കുകയും ചെയ്തു എന്ന്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മരുഭൂമിയിൽ വെച്ചൊരു VIP ഫുഡ് ഡെലിവറി ഒരുക്കി കൊടുത്തു എന്ന്. ഖുർആൻ അതിനെ വിളിക്കുന്നത് മന്നയും സെൽവയും എന്നാണ്, അൽ മന്ന വസ്സൽവ. പുലർച്ചെ എഴുന്നേൽക്കുന്ന സമയത്ത് മരുഭൂമിയിലെ പുല്ലുകളിലും കല്ലുകളിലും ഒക്കെ മഞ്ഞുതുള്ളി പോലെ വീണ് കിടക്കുന്ന ഒരു മധുരമുള്ളൊരു പദാർത്ഥമായിരുന്നു മന്ന എന്ന് പറയുന്നത്. അള്ളാഹു അവർക്ക് നോൺ വെജ് ഐറ്റവും റെഡിയാക്കി കൊടുത്തിരുന്നു. അതാണ് സെൽവ. സെൽവ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം കാടപ്പക്ഷികളായിരുന്നു, ക്വെയിൽസ് ആയിരുന്നു. എന്നിട്ട് അവരോട് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുലൂ മിൻ തയ്യിബാതി മാ റസഖനാകും, ഈറ്റ് ഓഫ് ദ ക്ലീൻ തിങ്സ് ദാറ്റ് വി ഹാവ് പ്രൊവൈഡഡ് യു. വമാ ളലമൂന വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. പക്ഷെ അതിനുശേഷം അവർ ചെയ്തതെന്തോ അത് നമ്മെ ആക്രമിക്കുകയായിരുന്നില്ല, പിന്നെയോ അവരെ തന്നെ ആക്രമിക്കുകയായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ പണ്ട് നടന്നൊരു സംഭവമാണല്ലേ എന്ന് വിചാരിച്ച് ഇതിനെ നിസ്സാരമായി കളയുകയല്ല വേണ്ടത്. ഇതിൻ്റെ ശരിക്കുമുള്ള വലിപ്പം, ആ ഒരു സ്കെയിൽ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അത് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കൂടെ അന്ന് ആ മരുഭൂമിയിൽ ഉണ്ടായിരുന്നത് 1 2 പേരല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അത് ഊഹിക്കാൻ പറ്റും. ഏകദേശം 15 മുതൽ 20 ലക്ഷം വരെ ആളുകളാണ്. നമ്മുടെ ഒരു വലിയ ടൗണിലെ മൊത്തം പോപ്പുലേഷൻ ആയിരിക്കും അത്. ഇത്രയും ലക്ഷം ആളുകൾ പെട്ടെന്നൊരു മരുഭൂമിയിൽ ചെന്നിറങ്ങിയാൽ, എല്ലാ ടെക്നോളജിയുമുള്ള ഈ 20-ാം നൂറ്റാണ്ടിൽ പോലും അവർക്ക് വെള്ളവും ഭക്ഷണവും എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഏതൊരു ഗവൺമെന്റിനും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു തലവേദനയായിരിക്കും അല്ലേ. ഇന്നത്തെ കാലത്ത് ഒരു വലിയ സൈന്യത്തെ അവിടെ കൊണ്ടുപോയാൽ പോലും ആഹാരം കൊടുക്കാൻ വിയർക്കും നമ്മൾ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മിറാക്കിൾസിൽ വിശ്വാസമില്ലാത്ത പല മോഡേൺ റിസർച്ചേഴ്സും ഹിസ്റ്റോറിയൻസും ഒക്കെ ഈ ചരിത്രം വായിച്ചിട്ട് അത്ഭുതപ്പെടുന്നുണ്ട്. ഇത്രയും വലിയൊരു ജനക്കൂട്ടം വർഷങ്ങളോളം ആ മരുഭൂമിയിൽ എങ്ങനെയാണ് ജീവനോടെ ഇരുന്നത് എന്ന് പറഞ്ഞിട്ട് അവർക്കത് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒന്നായി മാറി. ദേ ഹാർഡ്ലി ബിലീവ്ഡ് ഇൻ ദാറ്റ് ആക്ച്വലി. കാരണം ചുറ്റും ശത്രുക്കളായിരുന്നു അല്ലേ, ഈജിപ്തിൽ നിന്ന് ശത്രുക്കളാണുള്ളത്. അതുകൊണ്ട് ഈജിപ്തിൽ നിന്നുള്ള ഭക്ഷണ വഴികളൊക്കെ അടഞ്ഞിരുന്നു. പിന്നെ എങ്ങനെയാണ് ഈ സമൂഹം ആ സിറ്റുവേഷൻ മറികടന്നത് എന്നവർ വിശ്വസിക്കാതെ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. അപ്പോൾ ദാഹിച്ച് മരിക്കാമായിരുന്ന, വിശന്ന വലയാമായിരുന്ന ആ അവസ്ഥയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വെള്ളവും മേഘക്കുടയും മന്നയും സെൽവയും ഒക്കെ നൽകി സംരക്ഷിച്ചത്. ഇത്രയും വലിയ അത്ഭുതങ്ങളും VIP കെയറിങ്ങും കൺമുന്നിൽ നേരിട്ട് കണ്ടിട്ടാണ് ആ ജനത വീണ്ടും അള്ളാഹുവിനോട് നന്ദികേടും ധിക്കാരവും കാണിച്ചത്. അവർക്കിതൊന്നും മതിയായില്ല. എന്നും മന്നയും സെൽവയും തന്നെ കഴിച്ചുകൊണ്ടിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല മൂസ. ഞങ്ങൾക്ക് ചീര, കക്കിരി, ഗോതമ്പ്, പയറ്, ഉള്ളി ഇങ്ങനെയുള്ള സംഗതികളൊക്കെ വിളയിച്ചു തരൂ എന്ന് മൂസാ നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നുണ്ട് അവർ പിന്നീട്. മരുഭൂമിയിലെ മണ്ണിലല്ലാതെ സാധാരണ കൃഷിഭൂമികളിൽ മാത്രം വിളയുന്ന തരം ഫുഡ് ഐറ്റംസ് ആണ് അല്ലേ ഇതൊക്കെ, അതൊക്കെ വേണമെന്ന് അവർ മൂസാ അലൈഹിസ്സലാമിനോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഒന്നിനോടും തൃപ്തിയില്ലാത്ത, നന്ദിയില്ലാത്തൊരു സമൂഹമായി മാറിയിരുന്നു ബനൂ ഇസ്രായേലിയർ. ഇത്ര വലിയ പ്രതിസന്ധികൾക്കിടയിലും അവർ ഇത്രയൊക്കെ നന്ദികേട് കാണിച്ചിട്ടും അള്ളാഹു അവർക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ഒരു ശക്തിയാണല്ലേ, അജയ്യനാണല്ലേ. ആ റബ്ബിന് നമ്മുടെ ജീവിതത്തിലുള്ള ചെറിയ പ്രതിസന്ധികളിൽ നിന്ന് വഴി തുറക്കാൻ എത്ര എളുപ്പമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാണ്, അനുസരണക്കേടും നന്ദികേടും കാണിച്ച ആ പഴയ ജനതയെപ്പോലെ ആവാതിരിക്കുക എന്നുള്ളത്. നമുക്ക് കിട്ടിയ ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾക്ക് പോലും അള്ളാഹുവിനോട് നന്ദി പറയുക, ശുക്ർ ചെയ്യുക. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും എൻ്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും. മൂസാ നബി പറഞ്ഞതുപോലെ ഇന്ന റബ്ബി സയഹ്ദീൻ എന്ന ഉറച്ച വിശ്വാസവും തവക്കുലും നമ്മുടെ മനസ്സിലുണ്ടാവണം. ആ ഒരു വലിയ മെസ്സേജ് ഈ ചരിത്രത്തിൽ നിന്ന് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.